എല്ലാ പ്രേക്ഷകർക്കും നല്ല നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ കൊച്ചു കേരളം, അതായത് ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ സാക്ഷര കേരളം ഇന്ന് ആത്മഹത്യയിൽ മുൻപന്തിയിലാണ്. എന്തിനു പറയുന്നു, ബാലികാ ബാലന്മാരുൾപ്പെടെ ആത്മഹത്യയുടെ പിടിയിൽ അമരുന്ന കഥനകഥകൾ നാം മാധ്യമങ്ങളിലൂടെ വായിച്ചറിയുന്നു. ആവർത്തന വിരസതശീലമാക്കാത്ത നാം ഇത്തരം സംഭവങ്ങളെ അവൻ്റെ തലവിധി എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയാണ് ചെയ്യാറ്. ആത്മഹത്യാ സംഭവങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നു എന്ന് നാം ആരാഞ്ഞറിയാൻ ഒരിക്കലും ശ്രമിക്കാറുമില്ല. കടക്കെണി, അപവാദം, നിരാശ, പരാജയം എന്നീ കാരണങ്ങൾ നമ്മൾ അവരിലേക്ക് ചൂണ്ടിക്കാണിച്ച് ആ കാരണം കൊണ്ട് അവർ ജീവനൊടുക്കുന്നു എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് നമ്മൾ എത്താറുണ്ട്. പക്ഷേ ബാലികാ ബാലന്മാർ എന്തുകൊണ്ട് ജീവനെടുക്കുന്നു, ഇതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ നാം അല്പം ചിന്തിക്കേണ്ടതായി ഇരിക്കുന്നു. ഇതൊരു രോഗമാണ്. മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കോ ചികിത്സിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രോഗമാണ് ഈ ആത്മഹത്യ എന്ന് പറയുന്നത്. ഈ രോഗകാരി ആദ്യം ആക്രമിക്കുന്നത് ഹൃദയത്തെയാണ്. പിന്നീട് ഇത് ചിന്താമണ്ഡലത്തെ ബാധിച്ച് ഒടുവിൽ ഈ രോഗി ആത്മഹത്യ എന്ന മാരക രോഗത്തിന് അടിയറവ് പറയുന്നു. പണ്ട് കാലങ്ങളിൽ 4 ചുവരുകൾക്കിടയിൽ ഒതുങ്ങിയിരുന്ന ദാമ്പത്യ ബന്ധങ്ങൾ ഇന്ന് അങ്ങനെയുള്ള ദാമ്പത്യ ബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, ഇഷ്ടക്കേടുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരുന്ന കാര്യങ്ങൾ ഇന്ന് സീരിയലായി, നോവലായി, അതുപോലെ സിനിമകളായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. നമ്മുടെ കാരണവന്മാർ പണ്ട് വച്ചിരുന്ന അതിർവരമ്പുകളെ നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ അതിനെ നമ്മൾ മുറിച്ചു മാറ്റി. ഇന്ന് ആരെങ്കിലും മുതിർന്നവർ ഏതെങ്കിലും തരങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ, ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് വിമർശിക്കുന്ന ആൾക്കാരാണ് നമ്മളിലധികവും. അതിന് സദാചാര പ്രവർത്തകരെന്ന് പറഞ്ഞ് നമ്മളതിനെ മുദ്ര കുത്താറുണ്ട്. എന്നാൽ പണ്ട് കാലങ്ങളിൽ കാരണവന്മാർ, പ്രായമുള്ളവർ ചില തെറ്റുകളൊക്കെ കണ്ടാൽ അത് തിരുത്തുകയും ഉപദേശിക്കുകയും ചെയ്ത ഒരു കാലമുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന നിലയിൽ, അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്, അതവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടേക്കുക എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ മുറിച്ചു മാറ്റി എന്നുള്ളതാണ് എൻ്റെ സത്യമെന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള തിരുത്തലുകൾ ഇല്ലാതെ വന്നത് ഓരോരുത്തരുടെ ചിന്തയ്ക്കനുസരിച്ച് ജീവിക്കാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. അതുകൊണ്ട് പറ്റിപ്പോയൊരു കുഴപ്പമെന്ന് പറയുന്നത്, അവരിൽ വരുന്ന പ്രശ്നങ്ങളും വിഷമതകളും വേദനകളും ഒന്നും മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അതെത്തിത്തീർന്നു. അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കയറി വരരുത് എന്ന ഒരാഗ്രഹം അവരുടെ ഉള്ളതുപോലെ തന്നെ അവരുടെ വിഷമതകളെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു പറയാൻ അവർ വിമുഖത കാണിക്കുന്നു എന്നുള്ളതാണ്. വ്യക്തി സ്വാതന്ത്ര്യം നല്ലത് തന്നെയാണ്, പക്ഷേ അത് വികാസം പ്രാപിക്കാത്ത മനസ്സിൻ്റെ സ്വാതന്ത്ര്യം നമ്മൾ ഒടുവിൽ പരാജയത്തിൽ തന്നെ കൊണ്ടെത്തിക്കൂ എന്നുള്ളതാണ് അനുഭവ പാഠം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ഈ പ്രേമവും സല്ലാപവും അപൂർവമായി കണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാലം മാറി, ജനറേഷൻ മാറി, അതൊന്നും കാര്യമല്ലാതായി മാറുന്നു. അതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പട്ടികയിൽപ്പെടുത്തി അവരെ നമ്മൾ സ്വാതന്ത്ര്യം എന്ന നിലയിൽ അവരെ സ്വതന്ത്രമാക്കട്ടെ ജനമായിട്ട് നമ്മൾ വിട്ടു. ഒടുവിൽ പണ്ട് കാലങ്ങളിൽ എന്ന് പറഞ്ഞൊരു ഭക്തിക്ക് പ്രധാന സ്ഥാനം കൊടുത്തൊരു കാലമുണ്ടായിരുന്നു. ഏത് മതമായാലും അവരുടെ മതഗ്രന്ഥം പറയുന്നതിനനുസരിച്ച് ഒരു ഭക്തി നിർഭരമായ ജീവിതം നയിച്ചൊരു കാലമുണ്ടായിരുന്നു. സന്ധ്യായാമങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ നാമം ജപിക്കാനും അങ്ങനെയുള്ള ഇത്യാദി കാര്യങ്ങൾ അവരുടെ മതങ്ങളെന്ത് പഠിപ്പിക്കുന്നതനുസരിച്ച് ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ആധുനിക കാലത്തിൽ സംഭവിക്കുന്നത് ഇതൊക്കെ മാറ്റപ്പെട്ടു. എല്ലാ ഭക്തിമാർഗങ്ങളും പ്രധാനമായും ആഗ്രഹിക്കുന്നത് ഒരു ദൈവഭയം,
എല്ലാവരുടെ ഉള്ളത്തിൽ ഉളവാക്കുക എന്നുള്ളത് തന്നെയാണ്. അതൊക്കെ പൂർണ്ണമായി മാറിക്കഴിയുമ്പോൾ മനുഷ്യൻ സ്വന്തം നിയന്ത്രണത്തിലായി തീരുകയും സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ നമ്മൾ അടിക്കടി നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ്. കാരണം ഈ കേരളത്തിൽ വിദ്യാസമ്പന്നർ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതകൾ നമ്മുടെ കേരളത്തിൽ കുറയേണ്ടതാണ്. പക്ഷേ കുറയുന്നില്ല. നമ്മളത് വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാളെ മോട്ടിവേഷൻ ചെയ്യുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നതുകൊണ്ടോ ഈ മനോഭാവത്തിന് ഒരു ചെറിയ പരിധി വരെ മാറ്റം വരുത്താമെന്നുള്ളതല്ലാതെ ഈ ഒരു മനോഭാവം മാറ്റണമെങ്കിൽ അവനവൻ തന്നെ അവൻ്റെ മനസ്സിൽ രൂപാന്തരം വരുത്തണം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഫാക്റ്റ് എന്ന് പറയുന്നത്. കാരണം അവനവൻ തന്നെ മനസ്സിലൊരു രൂപാന്തരം വരുത്തണമെന്ന് പറയാൻ കാരണം കൗൺസിലിംഗ് ആയാലും ഉപദേശമായാലും മോട്ടിവേഷൻ ആയാലും അത് എനിക്ക് സ്വീകരിക്കാൻ താല്പര്യമുണ്ടെങ്കിലേ അത് എന്നിൽ എഫക്റ്റ് ചെയ്യത്തുള്ളൂ. എനിക്കത് സ്വീകരിക്കാനും അത് പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാനും അല്ലെങ്കിൽ അത് പ്രാക്ടിക്കൽ ലൈഫിൽ പകർത്താനും എനിക്ക് താല്പര്യമുണ്ടെങ്കിലേ ആ മോട്ടിവേഷനും കൗൺസിലിങ്ങും കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രധാന വിഷയമെന്ന് പറയുന്നത് അവരവരുടെ മനസ്സിനെ പാകപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ പാകപ്പെടുത്തലുകൾ എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ കാണുന്ന കണക്ക് അവരവരുടെ ഇഷ്ടമനുസരിച്ച് അവരുടെ ചിന്തയ്ക്കനുസരിച്ച് അവർ മുന്നോട്ട് പോവുകയും ഞാൻ ചെയ്യുന്നതാണ് ശരി, ഞാൻ എടുക്കുന്നതാണ് ശരിയായ തീരുമാനം എന്നുള്ള ഒരു നിലയിലേക്ക് അവരവർ തന്നെ കടന്നു വരികയാണ്. ഇതിന് പറ്റിപ്പോയ കുഴപ്പമെന്ന് വെച്ചാൽ അനുഭവസ്ഥരായവർ അല്ലെങ്കിൽ മുതിർന്നവർ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ മുഖവിലക്കെടുക്കാൻ കഴിയാത്ത ഒരു സമൂഹമായി തീർന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ധാരാളമായി വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ ഇപ്പം ചാനലുകളൊക്കെ നമ്മളെടുത്ത് നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖകരമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു മാതാവും 2 കുട്ടികളും ട്രെയിനിൽ ചാടി ജീവൻ വെടിഞ്ഞ വാർത്തകളാണ് നമ്മളെ ഈ കേരളക്കരയിൽ വേദനിപ്പിക്കുന്നതെന്ന് പറയാം. അതിനുശേഷമായിട്ട് പല ഇടങ്ങളിലും ഇതുപോലെ ആത്മഹത്യ സംഭവിച്ചിട്ടുണ്ട്. അമ്മയുടെ രോഗം കാരണം മനസ്സ് വിഷമിച്ച ഒരു കൊച്ചു പയ്യൻ പഠിക്കുന്നൊരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഇതെല്ലാം പല സംഭവങ്ങളാണ് നടക്കുന്നു. പക്ഷേ ഈ മാതാവ് 2 കുഞ്ഞുങ്ങളുമായി ട്രെയിനിൽ ചാടി മരിച്ച ഈ ഒരു ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ മനുഷ്യ മനസ്സിന് വല്ലാത്ത പിടിച്ചുലച്ചതും വേദന ജനിപ്പിക്കുന്നതുമാണ്. അത് പലതരത്തിലും എല്ലാവരെയും കുറ്റപ്പെടുത്താറുണ്ട്. ചിലർ ഭർത്തൃ വീടാണ് പ്രശ്നം, അതുപോലെ ഭാര്യ വീടാണ് പ്രശ്നം, ഭാര്യ വീട്ടുകാരാണ് പ്രശ്നം, സമൂഹമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം പാർട്ടുകൾ തന്നെയാണ്. അങ്ങനെ പാർട്ടുകളാണെങ്കിലും ഞാൻ മുകളിൽ പറഞ്ഞതുപോലെ മനുഷ്യൻ, അതായത് ഇപ്പം ഞാൻ തന്നെ ചില കാര്യങ്ങളിൽ നമ്മൾ മറ്റുള്ളവരുടെ അഡ്വൈസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒന്ന് ആരാഞ്ഞറിയാനും അല്ലെങ്കിൽ എൻ്റെതായ വിഷമങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാനും എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഈ സമൂഹത്തിനോ അല്ലെങ്കിൽ ഭവനങ്ങൾക്കോ കൂട്ടുകാർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഫാക്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ പിന്നിൽ ആത്മഹത്യയുടെ പിന്നിൽ ഈ മാതാപിതാക്കളും എല്ലാം കുറ്റക്കാരാണെന്ന് പല തലങ്ങളിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒത്തിരി അവർ പീഡിപ്പിക്കപ്പെട്ട ഒരു സഹോദരിയാണ്, ഒത്തിരി പ്രയാസങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ പലരുമായിട്ടൊക്കെ അവർ ഷെയർ ചെയ്യുന്ന ഓഡിയോ ക്ലിപ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ തന്നെയും വളരെ മറ്റുള്ളവരിത് അറിയരുത് അല്ലെങ്കിൽ രഹസ്യ സ്വഭാവത്തിലാണ് അതൊക്കെ കൈകാര്യം ചെയ്യുന്നതായിട്ട് നമ്മൾ ഓഡിയോ ക്ലിപ്പൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ എന്തിനു ഭയക്കണം? അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ ഒരു വിഷയം അറിയാതെ നമ്മുടെ
ജീവിതത്തിൽ ക്രമീകരണം വരുത്താൻ പറ്റില്ലല്ലോ. ഈ മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുന്നവരെല്ലാവരും ദൈവങ്ങളല്ല, എല്ലാവരും മനുഷ്യരാണ്. അവരോട് കാര്യങ്ങൾ അവതരിപ്പിക്കാത്തിടത്തോളം കാലം അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് മറ്റുള്ളവർക്ക് കഴിയത്തില്ല. അപ്പോൾ ഈ സഹോദരിയെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോടൊക്കെ വിഷമതകൾ പങ്കുവച്ചിട്ടുണ്ടെങ്കിലും അത് എത്തേണ്ട ഇടങ്ങളിൽ എത്തിയില്ല എന്നുള്ളതാണ് അതിൻ്റേതായ ഒരു ദുഃഖം എന്ന് പറയുന്നത്. ഇപ്പം സമൂഹം തന്നെ ഉടനെ എല്ലാവരും കൂടെ ശക്തമായ നിലപാട് എടുത്തതിൽ വളരെ അഭിനന്ദനം അർഹിക്കുന്നു. അവർ നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കേസൊക്കെ ശക്തമായ നിലയിൽ അത് പോകും. ഇപ്പം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് അവർക്കൊരു കാര്യം ചെയ്യുന്നതും മരിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു നീതി കിട്ടണം എന്ന നിലയിൽ പ്രവർത്തിച്ചാലും സത്യത്തിൽ മരിച്ചുപോയ ഒരാൾക്ക് നീതി കിട്ടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അതിൻ്റേതായ യാഥാർത്ഥ്യം. പക്ഷെ നീതിയും നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുപോലെ ഒരു സംഭവം മേലിൽ നമ്മുടെ നാട്ടിലുണ്ടാകരുത് എന്നുള്ള ആശ കൊണ്ടാകാം നീതി ലഭിക്കണമെന്ന് ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ പറ്റിപ്പോയി ചില പ്രശ്നങ്ങൾ കൂടെ ചൂണ്ടിക്കാണിച്ച് ഞാനത് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഒത്തിരി പീഡനം അനുഭവിച്ച സഹോദരി, ഇതൊക്കെ ഒരുപക്ഷെ അവരുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞു കാണണം. അവർ വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഭവനത്തിലേക്ക് കൊണ്ടുവന്നുവെങ്കിലും പരിപാലിക്കപ്പെടേണ്ടവർ അല്ലെങ്കിൽ അതായത് സ്നേഹം കൊടുക്കേണ്ടവർ, ഇപ്പോൾ ഒരാൾ ഒരിടത്ത് പ്രയാസപ്പെടുന്നു, വിഷമിക്കുന്നു, അങ്ങനെ കാണുമ്പോൾ അവരെ മാക്സിമം ചേർത്ത് നിർത്തുക എന്നുള്ളത് സ്വന്തം കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം കൂടെയാണ്. അവരത് നൽകിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിൽ തന്നെയും ഒരു പക്ഷേ അവർക്ക് ശക്തമായ നിലയിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അപ്പോൾ എന്തിനും ഒരു ധൈര്യം കൊടുക്കാനായിട്ട് എപ്പോഴും സ്വന്തം ഭവനം അതൊരു മുഖ്യ ഘടകമാണ്. സ്വന്തം ഭവനം കൊടുക്കുന്ന ധൈര്യം പോലെ, അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ, സ്വന്തം പിതാവ്, സ്വന്തം അമ്മ, സ്വന്തം സ്നേഹിതർ, ഇവർ കൊടുക്കുന്ന ധൈര്യം പോലെ ഒരു ധൈര്യവും വരില്ല എന്നുള്ളതാണ്. അതൊക്കെ അവർക്ക് വേണ്ടവണ്ണം കിട്ടാത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം തുറന്ന് പറയാനായിട്ട്, അല്ലെങ്കിൽ എത്തേണ്ട ഇടങ്ങളിലൊന്നും ഇത് എത്തിക്കാണില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത്. എൻ്റെ ഒരു ചിന്ത മാത്രമാണ്, എൻ്റെ ഒരു അഭിപ്രായവും. അതൊരിക്കലും ശരിയാകണമെന്നില്ല. അത് എല്ലാവരോടും ഇപ്പം ഞാൻ പറയട്ടെ, പല ഓഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അവിടെയൊക്കെ പലരോടും പല വിഷമതകളും അവർ പങ്കുവെക്കുന്നുണ്ട്. കേട്ട കൂട്ടുകാരികളായാലും അത് ഷെയർ ചെയ്യപ്പെട്ട ഇടങ്ങളിൽ അവർക്കും വേണമെങ്കിൽ സമൂഹം എന്ന നിലയിൽ അവർക്ക് ആ വിഷയങ്ങളെ മറ്റുള്ളവരോട് പറഞ്ഞ് ഇത്ര പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ അവർക്ക് പറയാമായിരുന്നു. പക്ഷേ ഇത് രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിച്ചത് അതൊരു പാളിച്ച തന്നെയാണ്. ആ ഒരു പാളിച്ചയാണ് സമൂഹത്തിൽ നല്ലവരായവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് അവർ കടന്നു വന്നത് എന്ന് ഞാൻ കരുതുന്നു. എന്നെ വളരെ ഞെട്ടിച്ച ഒരു വിഷ്വൽ എന്ന് പറയുന്നത്, അവസാനത്തിൽ ഇവർ രാത്രിയിൽ വെളുപ്പിൽ ട്രെയിനിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ കുഞ്ഞ് സഹോദരിയുടെ കൈ വലിച്ച് പിറകോട്ട് വലിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതൊക്കെ വല്ലാത്ത ഹൃദയഭേദകമാണ്. ആ കുഞ്ഞ് തന്നെ അതിന് തടം നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അത് ഒരുപക്ഷെ ഇതുവർ തീരുമാനിച്ച് പോകുമ്പോൾ തന്നെ ആ കുഞ്ഞത് വേണ്ട എന്ന് പറയുന്നതാകണം. അങ്ങനെ ആകാനാണ് സാധ്യത. അങ്ങനെ പറയുമ്പോഴെങ്കിലും ഒരു മാതാവെന്ന നിലയ്ക്ക് മനസ്സിനെ ഒന്ന് തീരുമാനത്തിൽ നിന്ന് ഒന്ന് വ്യതിചലിക്കാനുള്ളൊരു അവസരമായി അതിനെ കാണാമായിരുന്നു. അവരുടെ ഹൃദയത്തിലെ എത്ര നീറുന്ന പ്രശ്നങ്ങളായാലും, കുഞ്ഞുങ്ങളെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ചലിപ്പിക്കുന്നവരാണല്ലോ. അപ്പോൾ അവരുടെ ആ വാക്കുകൾക്ക് പോലും കീഴടങ്ങാൻ പറ്റാത്ത തരത്തിൽ കുടുംബത്തോടോ അല്ലെങ്കിൽ തന്നെ ദ്രോഹിച്ചവരോടുള്ള വല്ലാത്ത അമർഷവും, മാത്രമല്ല തലമുറകൾക്കായാലും കുഞ്ഞുങ്ങൾക്കായാലും അവർക്കായാലും ഒരു സുരക്ഷിതത്വം ഈ ഭൂമിയിലില്ല എന്നുള്ള ആ ഒരു നിലയിലേക്ക് തൻ്റെ മനസ്സിനെ അവർ ഉറപ്പിച്ചു എന്നുള്ളതാണ് നമ്മളെ ഭയപ്പെടുത്തുന്നത്. ഇതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇത് പൊതുവിൽ ഷെയർ ചെയ്യേണ്ട ഇടത്ത് വിശദമായി അത് ഷെയർ ചെയ്യപ്പെടാത്തതാണ് അങ്ങനെ ആ മനസ്സിനെ ഇങ്ങനെ ദൃഢമാക്കാനുള്ള കാരണമെന്ന് പറയുന്നത്. ചില വീഡിയോ ചാനലിലൊക്കെ ഞാൻ കേട്ടായിരുന്നു, ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചവർ കുഞ്ഞിൻ്റെ വാക്ക് കേട്ട്
പെട്ടെന്ന് തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറിയവർ, കുഞ്ഞുങ്ങളെ ഓർത്തിട്ട് ആ ഒരു ക്രിയ വേണ്ട, ഞാൻ പരാജയപ്പെടില്ല, ഞാൻ ജയിക്കും, അതിനെ അതിജീവിക്കും എന്ന് പറഞ്ഞ് തീരുമാനിച്ചവർ. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ വാക്കിനപ്പുറമായി ഒന്നുമില്ലല്ലോ. പക്ഷെ അതുപോലും സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിൽ മനസ്സിനെ അത്രയ്ക്ക് കഠിനമാക്കി എന്നുള്ളത്. അവർക്ക് ഈ കഠിനമായതിൻ്റെ കാരണം എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞില്ലേ, ഇത് പൊതുവിൽ മറ്റുള്ളവരോട് പ്രായമുള്ളവരാകട്ടെ സ്നേഹിക്കുന്നവരാകട്ടെ അവരോടൊക്കെ ഇത് ഫ്രാങ്കായി പറഞ്ഞ് അതിനെ ഒന്ന് എത്തേണ്ട സ്ഥലങ്ങളിൽ എത്തപ്പെടാൻ തക്കവണ്ണം ഒരു ആർജവം അല്ലെങ്കിൽ ഒരു ധൈര്യം ആ സഹോദരി കാണിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയില്ലായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം എന്ന് പറയുന്നത്. എന്തായാലും അത് സംഭവിച്ചു. ആ സമൂഹത്തിന് വല്ലാത്ത ഹൃദയവേദന തന്നെയാണ്. സമൂഹത്തെയോ കുറ്റപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല. അവർക്ക് ഒരു ഭവനത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, പണ്ട് കാലങ്ങളിൽ തൊട്ടടുത്തൊരു ഭവനമാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ആവശ്യം അവിടെ ചെന്ന് കാര്യങ്ങൾ അന്വേഷിക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാനും പറ്റുമെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധ്യമാകുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഈ കാലം അതല്ല. ഒരു ഭവനത്തിൽ ചെന്ന് അവിടുത്തെ വിഷയങ്ങൾ അറിയുകയും അതിനെ ആരാഞ്ഞ് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചാൽ അത് വേറൊരു കേസായിട്ട് മാറുന്നു. അങ്ങനെയുള്ള സ്വാതന്ത്ര്യം സമൂഹത്തിന് നഷ്ടപ്പെട്ടു. അപ്പോൾ പണ്ട് കാലങ്ങളൊക്കെ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ, തൊട്ടടുത്ത വീട്ടിൽ പട്ടിണി കിടന്നാൽ പോലും അയൽക്കാർ അറിയുമായിരുന്നു. അവർ അന്വേഷിച്ച് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഭവനങ്ങളിൽ ആഹാര സാധനങ്ങൾ എത്തിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഒരു സൊസൈറ്റി അവരവരുടെ കാര്യം നോക്കി ജീവിക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞത് കണക്ക് അവരൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതിൽ ഉള്ള ഒരു മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഇടപെടുന്നതിലുള്ള പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെ ധാരാളം നമ്മൾ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അറിഞ്ഞിട്ട് അവരോട് ചെന്ന് ഇടിച്ചു കയറി ചോദിച്ചാൽ തന്നെ അതൊരു പിന്നൊരു പ്രശ്നമായി മാറണ്ട എന്നൊക്കെ കരുതുന്നവരുണ്ടാകാം. അതുകൊണ്ട് ഇവിടെ സമൂഹത്തിന് നമുക്ക് ഒന്നടങ്കം പറഞ്ഞിട്ടൊന്നും കാര്യം വരുന്നില്ല. പിന്നെ അവരെ ആരെല്ലാം ഉപദ്രവിച്ചാൽ, ആരെല്ലാം തള്ളിക്കളഞ്ഞ് അടിച്ച് ഓടിച്ചു എന്ന് പറഞ്ഞാൽ പോലും അവരുടെ കുടുംബത്തിന് അവരെ ചേർത്ത് നിർത്തിയാൽ ഈ ഒരു അനർത്ഥം സംഭവിക്കില്ലായിരുന്നു. ഞാൻ ആ കുടുംബത്തെ കുറ്റം പറയുകയല്ല. നമുക്ക് ചേർത്ത് നിർത്താൻ പറ്റണം. പറ്റാതെ വരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ മുമ്പിൽ നടമാടുന്നത്. ഒരാശ്വാസം കിട്ടേണ്ട ഇടം എന്ന് പറയുന്ന അവിടമാണ്. അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകണം. സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ള നല്ല സുഹൃത്തുക്കൾ വേണം. അങ്ങനെ നല്ല സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒരു പരിധിവരെ അവർക്ക് ചില തീരുമാനങ്ങൾ മാറ്റാനും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒരാൾ പ്രയാസം നേരിടുകയാണെങ്കിൽ ബന്ധങ്ങൾ അവരെ ചേർത്ത് നിർത്തണം, ധൈര്യപ്പെടുത്തണം, ബലപ്പെടുത്തണം. അതാണ് ഒന്നാമത് വേണ്ടത്. 2, നല്ല സുഹൃത്ത് ബന്ധങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയണം. അവിടെ നാണക്കേടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ നാണക്കേടെന്താ? എല്ലാം തുറന്നു പറയാനിടയാകണം. എന്തൊരു പ്രശ്നവും തുറന്നു പറയാനിടയാകണം. എന്ത് വിഷയവും തുറന്നു പറയാനിടയാകണം. അപ്പം അതിനുവേണ്ടി കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും. അത് മറ്റുള്ളവരറിയാത്തിടത്തോളം കാലം ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. മനുഷ്യർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതാണ് വേണ്ടത്. ഒന്നും നമ്മൾ ചേർത്ത് നിർത്തുക. പീഡകൾ പലയിടങ്ങളിലുണ്ടാകാം. ആ പീഡകൾ അത് വെച്ച് അവർ ഒതുങ്ങിപ്പോകാതെ അവരെ ചേർത്ത് നിർത്താനായിട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് കഴിയണം. എന്തുമായിക്കൊള്ളട്ടെ, എന്ത് പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, അവരെ കുറ്റപ്പെടുത്തുകയല്ല, ചേർത്ത് നിർത്തുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, നമ്മളിലുള്ള വിഷമതകളെ മനസ്സിൽ തന്നെ ഒതുക്കി ഇങ്ങനെ പൂട്ടി അതൊരു, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഇതൊരു രോഗമാണ്. മനസ്സിലിങ്ങനെ പൂട്ടി വെച്ച് രക്ഷപ്പെടാൻ വേണ്ടി സ്വതമേ ശ്രമിക്കരുത്. സ്വന്തം ഐഡിയ എല്ലാം സക്സസ് ആകണമെന്നില്ല. അപ്പോൾ മനസ്സിൽ തന്നെ ഇങ്ങനെ കൂട്ടി വെച്ച് അവസാനം
അതൊരു പകയായി, പ്രതികാരമായി, വാശിയായി സമൂഹത്തോട്, കുടുംബത്തോട്, ബന്ധങ്ങളോട്, സുഹൃത്തുക്കളോട് എല്ലാവരോടും ഒരു വാശി വരികയും പിന്നെ ബന്ധങ്ങൾക്ക് വരെ വില കൽപ്പിക്കാതെ ആ വാശി നടക്കണമെന്നുള്ള ചിന്തയിലേക്ക് പോവുകയും ചെയ്യും. ഇതാണ് ഈ മിക്കയിടങ്ങളിൽ ആത്മഹത്യക്കുള്ള പ്രേരണ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഫാക്റ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിനെ നമ്മൾ കഠിനമാകാതിരിക്കണമെങ്കിൽ അത് ആരോടെങ്കിലും തുറന്നു പറഞ്ഞ് പരിഹാരം ലഭിക്കേണ്ട ഇടത്ത് നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം പരിഹാരം കിട്ടണമെന്നല്ല, പരിഹാരം കിട്ടാത്തിടത്തുനിന്ന് വിടുക. ഇപ്പോൾ ഒരിടത്തു നിന്നൊരു കാര്യം പറഞ്ഞു, അത് വേണ്ടവണ്ണത്തിൽ അംഗീകരിക്കപ്പെടുന്നില്ല, പരിഹാരം കാണപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പരിഹാരം കാണപ്പെടുന്ന ഇടങ്ങളിലേക്ക്, അത് നേടിത്തരാൻ കഴിവുള്ള ഇടങ്ങളിലേക്ക് നമ്മുടെ സ്റ്റാൻഡ് മാറ്റുക, അവരോട് അവതരിപ്പിക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. മറിച്ച് ഇപ്പോൾ ഒരാൾ ഒരു കാര്യം ചെയ്തു തന്നില്ല, അതിനെ ഉടനെ നമ്മൾ വാശിയാക്കി മനസ്സിൽ വെച്ചാൽ ഈ മനസ്സിൽ ഇരുന്ന് ഇത് കാഠിന്യമായി മാറുകയും നമുക്ക് അവസാനം ഈ ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നുകയും ഭക്തിമാർഗത്തോട് വെറുപ്പ് തോന്നുകയും. പലരും പറയാറുണ്ട്, ദൈവം ഉണ്ടായിരുന്നെങ്കിൽ അവർ തടഞ്ഞുകൂടെയോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ചിലരിലൂടെയൊക്കെ ദൈവം ഇടപെടാറുണ്ട്, രക്ഷപ്പെടാൻ വേണ്ടിയൊക്കെ ദൈവം ഇടപെടാറുണ്ട്. നമ്മൾ ഈ ഇൻസിഡൻ്റ് എടുത്ത് പഠിച്ചാൽ അതിലൂടെയൊക്കെ പല രീതിയിൽ ദൈവം ഇടപെട്ടിട്ടുണ്ട്. അവസാനത്തെ ഇടപെടൽ എന്നോണം കരുതാം നമ്മൾ ആ കുഞ്ഞിൻ്റെ പുറകോട്ട് വലി എന്ന് പറയുന്നത്, പോകണ്ട അമ്മേ എന്ന് പറഞ്ഞതാകണം. അപ്പോൾ അതൊക്കെ ഒരു ദൈവിക ഇടപെടലായിട്ട്, ഒരു ദൈവികകരമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി. ഇനി നമ്മൾ ദൈവത്തെയും സമൂഹത്തെയും എല്ലാവരും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇതിൻ്റെ അകത്ത് നമ്മുടെ മനസ്സൊരു അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ പാകപ്പെടുത്തേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. നമ്മൾ ക്രിസ്തു പഠിപ്പിച്ച മാതൃക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉൾക്കൊള്ളുക, സ്നേഹിക്കുക എന്നുള്ളതാണ്. അത് ഈ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ ഇല്ലാതെ വരിക എന്ന് പറഞ്ഞാൽ വളരെ ശോചനീയമായ അവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും നമുക്ക് കഴിയണം. ഇപ്പോൾ ഒരാളുടെ അവസ്ഥ നമ്മൾ കാണുമ്പോൾ തന്നെ അത് തിരിച്ചറിയാനും അവൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി അത് പരിഹരിക്കാനൊക്കെ കഴിയണം. അല്ലാതെ ഒരാൾ മരിച്ചതിന് ശേഷം വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല, അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. മേലിലും നമുക്ക് ഇത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കേണ്ടതിന് ചെയ്യേണ്ട കാര്യം ഇതാണ്. പ്രശ്നം അഭിമുഖീകരിക്കുന്നവർ മനസ്സിൽ തന്നെ ഒതുക്കി അത് വെക്കാതെ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് തയ്യാറാവുക. 2, ആ പ്രശ്നം ബാധിക്കപ്പെട്ട ഭവനത്തിലുള്ളവർ അവരെ മാക്സിമം ചേർത്ത് നിർത്തി ധൈര്യം കൊടുത്ത് അവരെ ധൈര്യത്തോടെ മുന്നോട്ട് ജീവിക്കാനുള്ള പ്രചോദനം കൊടുക്കുക. സമൂഹത്തിനോട് പറയാനുള്ളത്, ക്രിസ്തു പഠിപ്പിച്ചതുപോലെ നമ്മളെല്ലാവരെയും സ്നേഹിക്കാനും അവരുടെ അവസ്ഥകളെ മനസ്സിലാക്കി അവൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനൊക്കെ നമ്മൾ മുൻകൈ എടുക്കുന്നില്ല എന്നല്ല, കുറച്ചുകൂടെ നമ്മൾ അവരുടെ മനസ്സറിയാനായിട്ട് നമ്മൾ ഒന്ന് പഠിച്ചാൽ കുറച്ചുകൂടെ സമൂഹത്തിന് ഗുണം ചെയ്യും എന്നുള്ളതാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് ആ ഒരു വേർപാട് ഹൃദയത്തിൽ വല്ലാതെ വേദനിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഇതിൻ്റെ ഉദ്ദേശം ഇനി ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ധാരാളം എൻ്റെ വീഡിയോകൾക്ക് ധാരാളം പേരുണ്ടാകും. ഇത് ആരോട് പറയും എന്ന് തങ്ങളുടെ എന്താ പറയുക സ്റ്റാൻഡേർഡ് ഓർത്തിട്ട്, എൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്നാണ് ഞാൻ പറയട്ടെ. ഒരു പ്രശ്നത്തിൽ വന്നു കഴിയുമ്പോൾ എന്ത് സ്റ്റാൻഡേർഡ്? ഒരു സ്റ്റാൻഡേർഡും അല്ല. ഒരു പ്രശ്നത്തിൽ വന്നാൽ ആ പ്രശ്നത്തിന് എഴുന്നേൽക്കുക എന്നുള്ളത്, അവിടെ പ്രത്യേകിച്ച് സ്റ്റാൻഡേർഡൊന്നുമില്ല. അതാണ് എൻ്റെ അടുത്തുള്ള വിഷയം. ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ഏത് വേല ചെയ്താലും അതിനൊരു മാന്യതയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മളൊരു പ്രശ്നത്തിൽ വന്നു കഴിയുമ്പോൾ ഇന്നത് തന്നെ ചെയ്യാവൂ, ഇന്നത് തന്നെ, അങ്ങനെ വരുന്നില്ല. ആ പ്രശ്നത്തിൽ നമ്മൾ കരകയറുക എന്നുള്ളതാണ് വിഷയം. അതുകൊണ്ട് ഞങ്ങൾ ജീവിക്കുന്ന കുടുംബത്തിൻ്റെ മാന്യത അല്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസ മാന്യത അതൊന്നും അല്ല ഇവിടുത്തെ വിഷയം. പ്രശ്നത്തെ നമ്മൾ ഓവർടേക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് നാണമോ മാനക്കേടുകളോ അല്ലാതെ പ്രയാസങ്ങളോ ഒന്നുമില്ല. പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളത്, മനസ്സിൽ ഒതുക്കാതെ ഇരിക്കുക, ആ പ്രശ്നത്തെ പരിഹരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് സത്യം പറഞ്ഞാൽ മോട്ടിവേഷൻ മറ്റുള്ളവരല്ല നമുക്ക് തരണം, നമ്മളെ തന്നെ നമ്മളത് പാകപ്പെടുത്തിയെടുക്കണം. മനസ്സിനോട് പറഞ്ഞ് അതിനെ പാകപ്പെടുത്തണം. അതിന് നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ മാനവും അങ്ങനെ ഒന്നും ഇതിൻ്റെ അതില്ല. നമ്മൾ ആ പ്രശ്നത്തെ കടന്നു പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ നമ്മളെ പീഡിപ്പിക്കുക, അടിക്കുന്നുണ്ടോ, ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, പ്രയാസപ്പെടുത്തുന്നുണ്ടോ, എന്തിനാ അത് മറച്ചു വെക്കണേ? അത്
പുറത്ത് പറഞ്ഞ നാണക്കേട്. എന്ത് നാണക്കേട്? അത് പുറത്ത് പറയണമല്ലോ. അപ്പോൾ അത് എത്തേണ്ടിടത്ത് എത്തണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പീഡനങ്ങൾ വർഷങ്ങളായിട്ട് സഹിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് അതൊക്കെ പുറത്ത് പറയാം? അവസാന അറ്റംപ്റ്റിലല്ല, ഫസ്റ്റിൽ തന്നെ അതിനൊക്കെ കടിഞ്ഞാണിടാമായിരുന്നു. അപ്പോൾ ഇതിലുള്ള ഈ വില്ലൻ കഥാപാത്രങ്ങളൊന്നും വില്ലന്മാരായിട്ട് പ്രവർത്തിക്കില്ലായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇടം വെച്ച് കൊടുക്കുന്നത് നമ്മുടെ മനസ്സാണ്. അപ്പം മനസ്സിൽ തന്നെ നമ്മളത് ഒതുക്കിക്കൊണ്ട് പോവുക എന്നുള്ളത് അത് കരണീയമല്ല. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് വരുന്ന ഈ പ്രശ്നങ്ങളെ, നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ ഈ മനസ്സിൻ്റെ അകത്ത് ഇങ്ങനെ അടക്കി വെച്ച് മുന്നോട്ട് പോകുന്നത് ഒരിക്കലും അത് ഒരു ശുഭമാകില്ല. അത് അവസാനം ഇതുപോലെ ഉള്ള നാശത്തിലേക്ക് വന്ന് ചാടുകയും നിരപരാധികൾ വരെ ഇങ്ങനെ മരണം പോകാനിടയായിത്തീരുകയും ചെയ്യും. അതൊരു വാശിയായിട്ട് പ്രതികാര ചിന്തയായിട്ട് മാറും. ഈ ആത്മഹത്യ മുഴുവൻ അങ്ങനെ തന്നെയാണ്, ഒരു പ്രതികാര ചിന്തയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞൊരു കൊച്ചൻ തന്നെ തൂങ്ങിയതിൻ്റെ പ്രതികാരം എന്താണ്? എൻ്റെ അമ്മ സുഖമില്ലാതെ കിടന്നിട്ട് സമൂഹം ഒന്നും ചെയ്യുന്നില്ല, ആരും സഹായിക്കുന്നില്ല, ഇത്രമാത്രം ദുരിതങ്ങൾ എന്നുള്ള നിലയായിരിക്കാം. അതുപോലെ തന്നെ ഇടയ്ക്ക് ഒരു 14 വയസ്സുകാരിയും 41 വയസ്സുകാരനും പോയി തൂങ്ങി മരിച്ചു. അവർ രണ്ടുപേരും ഇഷ്ടത്തിലായി ഓടുക ചെയ്തത്. അപ്പം ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അതിനൊരു നമുക്കൊരു എന്താ പറയുന്നത്, ഒരു കസ്റ്റമുണ്ടെന്നും അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ടെന്നും, സഹോദരി ഏത്, അമ്മയേത്, മക്കളേത് എന്നുള്ളൊരു തിരിച്ചറിവ് നമ്മുടെ സമൂഹത്തിലുണ്ടെന്നും ഒക്കെ ഉള്ളൊരു ബോധം നമ്മൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതൊക്കെ സംഭവിച്ചത്. അവസാനം അവർ ഈ അവസാന ഘട്ടത്തിൽ ആ ഒരു സിസ്റ്റത്തെക്കുറിച്ച് ഓർത്ത് കാണണം. സിസ്റ്റത്തെക്കുറിച്ച് ഓർത്ത് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ അത് അറസ്റ്റ് ചെയ്യപ്പെടുകയോ പിടിക്കപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നാണക്കേടായി. അതുകൊണ്ട് അവർ സ്വതമായി തീരുമാനിച്ച് ലോകം വിട്ടു പോവുക. അപ്പോൾ ഇതൊക്കെ മനസ്സിന് നമ്മൾ പാകപ്പെടുത്തിയെടുക്കുന്നതാണ്, മനസ്സിന് ഉണ്ടാക്കിയെടുക്കുന്ന. അപ്പോൾ അവർ മിക്കതും മരണപ്പെടാനുള്ള കാരണം ഈ സംഘം സമ്മതിക്കത്തില്ല. ഞങ്ങളിങ്ങനെ സ്നേഹത്തിൽ ഇഷ്ടത്തിൽ ജീവിക്കാൻ സമൂഹം സമ്മതിക്കാതെ, സമൂഹത്തിൽ ചില നിയമങ്ങളുണ്ട്, ആ നിയമസംഹിതയെ നമ്മൾ അംഗീകരിക്കാത്തത് കൊണ്ടല്ലേ ഇത് സംഭവിച്ചത്. അപ്പോൾ ആ നിയമസംഹിതയെ നമ്മൾ അംഗീകരിക്കണമല്ലോ. ആ നിയമസംഹിതയെ അംഗീകരിക്കാതെ സമൂഹം അതിനനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രതികാര ചിന്തയോടുകൂടി അവരത് ആ കൃത്യം നിർവഹിക്കുന്നു. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ നാം ഇപ്പോൾ കാണുന്ന സിനിമകളാകട്ടെ, സീരിയലുകളാകട്ടെ, ഇതിലെല്ലാം ഈ പറഞ്ഞ കണക്ക് ഇങ്ങനെയുള്ള ഇൻസിഡൻറ്റുകൾ ധാരാളം കാണാൻ സാധിക്കുന്നുണ്ട്. പല മോഹങ്ങൾ ജനിപ്പിക്കുമാറുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിനൊരു പരിധിവരെ സ്വാധീനം മനുഷ്യന് ചെലുത്താൻ കഴിയും, വിഷ്വൽസിന് മനുഷ്യന് സ്വാധീനം ചെലുത്താനായിട്ട് കഴിയും. അപ്പം ഈ സ്വാധീനങ്ങളാണ് മനുഷ്യ മനസ്സിൽ ചേക്കേറുന്നതും അത് പിന്നീടത് ഈ പറഞ്ഞ ക്രിയയിലേക്ക് മനുഷ്യനെ നയിക്കുന്നതും എന്നുള്ളത്. അപ്പം ഇത് നേടാൻ കഴിയുന്ന കാര്യങ്ങൾ നേടാൻ പറ്റാതൊക്കെ വരുമ്പോൾ അതിന് പരാജയം സംഭവിക്കുന്നു എന്ന് തോന്നുമ്പോഴാണ് ഈ ഒരു പ്രവൃത്തികളൊക്കെ മനുഷ്യൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം ഈ ഇങ്ങനെയുള്ള പ്രവണത നമ്മുടെ സമൂഹത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി തുടച്ചു മാറ്റണമെങ്കിൽ ഓരോ മനുഷ്യനും മനസ്സിനെ ഇത്തരത്തിൽ പാകപ്പെടുത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിന് ഉള്ള വഴി എന്ന് പറയുന്നത് കൂടെ ഉള്ളവർ ചേർത്ത് നിർത്തുക, അവരുടെ വിഷയങ്ങൾ തുറന്നു പറയാൻ പറ്റിയെടുത്ത് തുറന്നു പറഞ്ഞ് അത് ഉള്ള പരിഹാരം അല്ലെങ്കിൽ ആ നിർദ്ദേശങ്ങൾ, പലരിലുള്ള നിർദ്ദേശങ്ങൾ നേടിക്കൊണ്ട് കുറച്ചുകൂടെ ധൈര്യം സമ്പാദിക്കാനായിട്ട് അതുകൊണ്ട് സാധിക്കും. ഇത്തരത്തിലുള്ള പ്രവൃത്തിയിൽ നിന്ന് പുറകോട്ട് വലിയാനും നമുക്ക് സാധ്യമായി തീരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ചിലരുടെ ഉപദേശങ്ങൾ, ചിലരുടെ നിർദ്ദേശങ്ങൾ നമ്മളെ ഇതിൽ നിന്നൊക്കെ, ഇങ്ങനെയുള്ള ചെയ്തിയിൽ നിന്നൊക്കെ നമ്മളെ പിന്തിരിപ്പിക്കാനായിട്ട് ഉതകുന്നതാണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ സ്വന്തം തീരുമാനത്തിൽ മാത്രം ഉറച്ചു നിൽക്കാതെ അതാണ് ശരി എന്നുള്ളതിൽ നിന്ന് മാറി നമ്മൾ മറ്റുള്ളവരുടെ നിർദ്ദേശങ്ങളും കൂടെ ചേർത്ത് നമ്മൾ മുന്നോട്ട് പോയാൽ ഈ ഒരു പ്രവണതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങളുടെ പ്രയാസങ്ങൾ മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നുള്ള നിർദ്ദേശത്തോടെ ഞാൻ നിർത്തുന്നു. അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും.